നമസ്കാരം. കാട്ടിൽ വെച്ച് അല്ലെങ്കിൽ കാട്ടിൽ കയറി ചെല്ലുന്ന മനുഷ്യരെ ഒരാളെ കൊന്നാൽ, ആന കൊന്നാൽ 10 ലക്ഷം രൂപ അയാൾക്ക് സർക്കാർ കൊടുക്കും. ഒരു അമ്പലത്തിൽ വെച്ച് ഒന്നില്ല എത്ര പേരെ കൊന്നാലും, ആന കൊന്നാലും, കുത്തിക്കൊന്നാലും, ചവിട്ടിക്കൊന്നാലും 1 രൂപയില്ല. ഈ പ്രാകൃത നിയമം ഇത് അവസാനിപ്പിച്ചേ മതിയാകും. കാരണം മനുഷ്യരെയാണ് കൊല്ലുന്നത്. ഇനിയെങ്കിലും ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം നിർത്തിക്കൊണ്ട് എവിടെയാണ് അത് വിഹരിക്കേണ്ടത്, ആന വിഹരിക്കേണ്ട സ്ഥലത്തേക്ക് കൊണ്ട് അതിനാക്കുക. അല്ലാതെ അതിനെ ടൈം ചെയ്ത് അതിനെ ദ്രോഹിച്ച് അടിച്ച്, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ 2-3 പേരെ കുത്തിക്കൊന്നതിന് പറഞ്ഞ് ഇടച്ചങ്ങലില്ല. ഇങ്ങനെയുള്ള ഇടച്ചങ്ങലയൊക്കെ ഇട്ട് ജീവിപ്പിക്കാനുള്ളതാണ്. അതോ എക്സ്റ്റിക്യൂസ്ഡായിട്ട് പോകുന്ന ഒരു മൃഗമാണത്, അല്ലേ? അന്യം നിന്ന് പോകുന്ന മൃഗം. പണ്ട് ഡൈനോസറസൊക്കെ ഉണ്ടായി, ഇപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ടൊക്കെ അടുത്ത ജനറേഷൻ ഈ ആന എന്നുള്ള ഒരു പടം മാത്രമേ കാണാൻ പറ്റൂ. അതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ആരായാലും അത് നിർത്തിയിട്ട് അതിനെ വിഹരിക്കാൻ അതിനെ കാട്ടിലേക്ക് വിടുക. എന്നിട്ട് അവിടെ ചെന്ന് അവരെ ശല്യം ചെയ്യാതിരിക്കുക. കാട്ടിൽ തമിഴ്നാട്ടിലെ പോലുള്ള കുളമെല്ലാം കുഴിച്ചു കൊടുത്ത് ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാതെ നിയമവ്യവസ്ഥയിലാണ്. നിയമവ്യവസ്ഥ അതിൽ കോടതിയാണ്. കോടതി ഇത് ചെയ്തേ പറ്റൂ. അല്ലാതെ ഇങ്ങനെ മനുഷ്യരിങ്ങനെ അമ്പലങ്ങളിൽ കൊണ്ടുവന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ആനയെ കൊണ്ടുവന്ന് നിർത്തി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അമ്പലത്തിൽ തൊഴുതാനോ പിടിക്കാനോ എന്ത് വേണമെങ്കിലും ചെയ്തു തരും. അക്കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അടുത്ത ജനറേഷൻ ഈ ആനയെ കാണാൻ പോലും പറ്റത്തില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ. അതുകൊണ്ട് ഈ അന്ധവിശ്വാസവും അനാചാരങ്ങളും അതിനെതിരെ നിയമമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള അനാചാരങ്ങളും എല്ലാം നിർത്തിയേ പറ്റില്ല. അതായത് ഏത് സമുദായമായാലും ശരി, ഏത് കമ്മ്യൂണിറ്റി ആയാലും ശരി, ആനൻ്റെ പാട്ടിനോട് പ്ലീസ് അത് 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 ജീവിക്കട്ടെ. അതൊരു മൃഗമല്ലേ, ഒരു ജന്തുവല്ലേ. അതിനെ അതിൻ്റെ കാട്ടിലേക്ക് കൊണ്ടുവിടും.